ശിവലിംഗത്തെ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണത്? ഒരു ഓവൽ ഷെയ്പ്പിലാണ് അല്ലേ? ആണോ? എത്രമാത്രം മുകളിലേക്ക് പ്രൊജക്റ്റഡ് ആണോ അത്രയും അതിൻ്റെ താഴെയുമുണ്ട്. ഭൂമി അത് താഴെയാണത്. അറിയോ നിങ്ങൾക്ക്? അത് രാഫ് കട്ട് ചെയ്ത് വെച്ചതല്ല. ആ ശിവലിംഗം അങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ലളിതാ സഹസ്രനാമത്തിൻ്റെ അവസാനത്തെ മന്ത്രമാണത്. ശിവശക്തി ഐക്യരൂപം. എന്താണ്? ശിവശക്തി ഐക്യം. അപ്പോൾ ഒരു ഓവൽ ഷേപ്പിലുള്ള, എഗ് ഷേപ്പിലുള്ള ഒരു രൂപം. ഈ ഓവൽ ഷേപ്പിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്ന് താഴ്ഭാഗവും ഒന്ന് മേലെ ഭാഗവും, രണ്ട് ഭാഗങ്ങളാണ്. ഇപ്പം നമ്മളൊരു 360 ഡിഗ്രിയിൽ അതിനെ കണക്കാക്കുകയാണെങ്കിൽ 180 താഴെയും ഒരു 180 മുകളിലും. ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഒരു കംപ്ലീറ്റ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിനും ഇതുപോലെ രണ്ട് ഊർജങ്ങളുണ്ട്. പ്രപഞ്ചത്തിനും രണ്ട് ഊർജമുണ്ട്. ഒരാറ്റം, ആറ്റത്തിൻ്റെ ഷേപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഫിസിക്സൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ആറ്റം സർക്കിളിലല്ല, ആറ്റവും ഒരു ഓവൽ ഷേപ്പിലാണ് ആറ്റത്തിൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ. ഈ ആറ്റത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊള്ളയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ സർക്കിളിലാണ് ഇലക്ട്രോണുകൾ ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ട്. ഈ ഇലക്ട്രോണുകളുടെ ഹൈ സ്പീഡ് കൊണ്ടാണ് ഇവിടെ രൂപങ്ങളൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഉള്ളുപൊള്ളയാണെന്നാണ്. അപ്പം നമുക്ക് തന്നെ തോന്നിയില്ലേ നമ്മുടെ ഉള്ളുപൊള്ളയാണ്, കാര്യമൊന്നുമില്ല എന്നുള്ളത്? ഇതുപോലെ എല്ലാവരുടെയും ഓരോ സാധനങ്ങളും ഇവിടെ ഒന്നും വാസ്തവത്തിൽ ഉണ്ട് എന്ന് പറയാൻ ഇല്ല. അപ്പോൾ നോക്കൂ, ഈ ഔട്ടർ സർക്കിളിലുള്ള എനർജി ഫീൽഡിനെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെക്കൊണ്ട് പല മോളിക്യൂളുകളുമായി ചേർന്ന് രൂപങ്ങൾ ആക്കിക്കൊണ്ട് ഇതിനെ ഒരു നിയമാനുസൃതമായി പല രൂപങ്ങളാക്കി ആ രൂപങ്ങളെ വികസിപ്പിച്ച് വീണ്ടും സങ്കോചിപ്പിക്കുന്ന ഒരു ഉഗ്രശക്തി ഇതിൻ്റെ കേന്ദ്രത്തിലുണ്ട്. ഇതിൻ്റെ കേന്ദ്രത്തിലൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോണുകൾ വേഗത്തിൽ സഞ്ചരിച്ച് പല രൂപങ്ങളായി മാറുന്നത്. അത് വികസിച്ച രൂപത്തിലെത്തിയ വീണ്ടും അത് സങ്കോചിച്ച്. അപ്പം പല നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും നിർദ്ദേശങ്ങളെയും അത് അനുസരിക്കണമെങ്കിൽ ഇതിനെ അനുസരിപ്പിക്കുന്ന, ഈ ചലനത്തെ അനുസരിപ്പിക്കുന്ന ഒരു ഇൻ്റലിജൻസ് ഇതിൻ്റെ അകത്ത് വേണം. അതാണ് ശിവം മംഗളം. അപ്പം ശിവമായിരിക്കുന്നൊരു ശക്തിയിലാണ് പ്രപഞ്ചം അതിൻ്റെ താളത്തിലും നിയമത്തിലും നിർദ്ദേശത്തിലും നിയമത്തിലുമൊക്കെ ശിവനില്ലെങ്കിൽ ശക്തിയില്ല. ശിവനുണ്ടെങ്കിലേ അവർക്ക് പറയൂ, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ശിവം എന്ന് പറയുന്ന ശക്തിയിലാണ്. ആ കേന്ദ്രം ശിവനാണ്. കേന്ദ്രം ശിവനാണ്. ആ ശിവനിലാണ് ശക്തി അനസ്യൂതമായി ചലിച്ച് അത് പല മോളിക്യൂളുകളുമായി ചേർന്ന് രൂപങ്ങളായി അതൊരു വികസിച്ച് വന്നാൽ പിന്നത് സങ്കോചിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നിയമങ്ങളനുസരിക്കണം, നിർദ്ദേശങ്ങളനുസരിക്കണം, ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? അതായത് ഈ ഊർജം എന്ന് പറയുന്ന ശക്തിക്ക് സ്വയം ചലിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം സ്ഫോടനായിരിക്കും, പൊട്ടിത്തെറിക്കും. അപ്പം ഇതെല്ലാം നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടും, മനസ്സിലാവുണ്ടോ, നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടും ചലിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ച വ്യവസ്ഥ ഇവിടെ. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരമ്മ പ്രസവിച്ചു, കുഞ്ഞിന് പാല് കൊടുക്കണു. അമ്മയുടെ രക്തമാണ് പാലാവുന്നത്. ആണോ ഇല്ലയോ? ആ അമ്മയുടെ ശരീരത്തിൽ നിന്ന് എത്ര പാല് വരണം കുഞ്ഞിന്, ഈ ഒരു നിയന്ത്രണമില്ലെങ്കിൽ രക്തം മുഴുവൻ അങ്ങോട്ട് പാലായി പോയാൽ അമ്മ ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞിന് വേണ്ടത് മാത്രമേ പാലാവുന്നുള്ളൂ. അമ്മയുടെ ശരീരത്തെ നിലനിർത്താനുള്ള രക്തം അതുപോലെ നിലനിൽക്കുകയും ചെയ്യും. ഇത് രക്തമല്ലല്ലോ തീരുമാനിക്കുന്നത്, ആണോ? ഇത് മാംസത്തിലെ കുറേ പേശികളല്ലല്ലോ തീരുമാനിക്കുന്നത്, ആണോ?
അപ്പം ഇതിനൊരു നിർദ്ദേശം കൊടുക്കുന്ന, ഇതിനൊരു നിയന്ത്രണം വെക്കുന്ന, ഇതിനൊരു നിയമം വെക്കുന്ന ഒരു ഇൻ്റലിജൻസ് സിസ്റ്റത്തിലാണ് ഇതെല്ലാം കൂടെ വന്നില്ലേ എന്നയാൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് സാമ്പാറും ഇഡ്ഡലിയും തട്ടിവിടുക, ഇത്ര നമുക്ക് സാധിക്കും. ഇത് മുടിയാവേണ്ടത് എത്രയാണ്, നമ്മുടെ മാംസം എത്ര ആവണം, മജ്ജ എത്രയാവണം, ബോൺ എത്രയാവണം, ഇതിന് വേണ്ടുന്ന ഡിസ്ട്രിബ്യൂഷനൊക്കെ എത്ര വേണം എന്നുള്ള അതിൻ്റെ ഒരു വേരിയേഷൻ നമുക്കാണോ നിയന്ത്രണം? പറയൂ. ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ? ഓരോന്നിനും വേണ്ടത് കൃത്യം അല്ലേ? നിങ്ങൾ നോക്കുക, അങ്ങനെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ എന്താ അപകടം എന്നറിയോ? ഇതെല്ലാം നാക്കുകൂടിയാണല്ലോ അകത്തേക്ക് അങ്ങോട്ട് ഇറക്കി വിടുന്നത്. ഈ ഊർജം മുഴുവൻ നാക്കിന് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ കഴിച്ചതിൻ്റെയൊക്കെ ശക്തി മുഴുവൻ നാക്കിനാണ്. ആ മുഴുവൻ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നാക്കിന് കിട്ടിയാൽ, നാക്കങ്ങോട്ട് വളരാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം നാക്കിത്രയേ വളരാവൂ, മുടി ഇത്രയേ വളരാവൂ, അല്ലെങ്കിൽ മുടിഞ്ഞു പോവും. ഓരോന്നും ഇത്രയൊക്കെ പാടുള്ളൂ. എന്തൊരു കൃത്യതയിലാണിത് നടക്കുന്നത്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലൊരു ഇൻ്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രകൃതിക്ക് സ്വയം തീരുമാനിക്കാനുള്ളൊരു. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ എത്ര അടുത്തെത്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു വാക്കിപ്പോൾ അവർ പറഞ്ഞു. ഇനി ഇത്രയേ പറയാനുള്ളൂ, പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞു കാര്യം. അത് തന്നെയാണ് ശിവൻ. ഒരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ആകുന്ന ശിവനിലാണ് ഒരു കോസ്മിക് എനർജി, അതിൻ്റെ കോസ്മോ ചലനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി കഴിഞ്ഞാൽ ആ ശിവശക്തിയാണ് ഈ പ്രപഞ്ചം. ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു ശിവശക്തിയാണ് എല്ലാം. ഞാനും നിങ്ങളൊക്കെ ശിവശക്തിയാണ്. ഉള്ളിൽ ശിവനും പുറത്ത് പറയൂ ശക്തിയും. ഉള്ളിൽ ശിവനും ഈശ്വര സർവഭൂതാനം ഹൃദയം ഈശ്വരനാണ്, അതിൻ്റെ സെൻറ്റർ ഈശ്വരനാണ്, അതിൻ്റെ സെൻറ്റർ ശിവനാണ്. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്. അപ്പം ആ ശിവലിംഗം എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശിവനും ശക്തിയും ചേർന്നതാണ്. അങ്ങനെ ഈ പ്രപഞ്ച വ്യവസ്ഥ ചലിക്കുന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ എന്തൊരു ബഹുമാനം ഉണ്ടായിരിക്കും. അല്ലാതെ ശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ രൂപത്തിലുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ വിഡ്ഢികളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ശിവൻ ആ കല്ലിലുണ്ടെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ഉപനിഷത്തുക്കളെ നോക്കുമ്പോൾ പറയുക. ശിവം ആത്മനി പശ്യന്തി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു മന്ത്രം? ഇത് ജാബാല ബിന്ദു ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപനിഷത്തുണ്ടെങ്കിൽ ഉപനിഷത്തുക്കളുടെ പുസ്തകം, ഇപ്പം 108 ഉപനിഷത്തുകളുടെയൊക്കെ പുസ്തകം കിട്ടും നിങ്ങൾക്ക്. അതിൽ ജാബാല ബിന്ദു ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിൽ 62ാമത്തെ ശ്ലോകം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ശിവം ആത്മനി പശ്യന്തി ന പ്രതിമ ന യോഗിന. ശിവൻ എന്ന് പറയുന്നത് ഒരു പ്രതിമയോ, ശിവൻ എന്ന് പറയുന്നത് ഒരു ഹിമാലയ സാനുക്കളിലിരിക്കുന്ന ഒരു തപസ്വിയല്ല. ശിവം ആത്മനി. പിന്നെന്തിനാണ് ഈ പ്രതിമ? നമുക്ക് ആ ശിവതത്വത്തെ മനസ്സിലാക്കാനുള്ളൊരു പ്രതീകമായിട്ടാണ് ഇതിനെ വെച്ചിരിക്കുന്നത്, ആ ശിവലിംഗം വെച്ചിരിക്കുന്നത്.